5-നാണ് മഞ്ഞുമ്മൽ ബോയ്സ് OTTയിൽ എത്തുന്നത്. ചിദംബരം ഒരുക്കിയ സൂപ്പർഹിറ്റ് ചിത്രം തിയേറ്ററുകളിൽ 200 കോടിയോളം നേടി. 2006-ൽ കൊടൈക്കനാലിലേക്ക് യാത്ര പോയ സുഹൃത്തുക്കളുടെ അനുഭവമാണ് ചിത്രത്തിന്റെ കഥ. സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ബാസി തുടങ്ങിയ പ്രമുഖ താരനിര സിനിമയിൽ അണിനിരക്കുന്നു. ചിദംബരത്തിന്റെ സഹോദരനും നടനുമായ ഗണപതിയാണ് കാസ്റ്റിംഗ് ഡയറക്ടർ. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് മഞ്ഞുമ്മൽ ബോയ്സ് റിലീസിന് എത്തുന്നത്. മെയ് 4 ശനിയാഴ്ച അർദ്ധരാത്രിയോടെ സിനിമ സ്ട്രീമിംഗ് ആരംഭിച്ചേക്കും. ബ്ലെസ്സി പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ ഒരുക്കിയ ചിത്രമാണ് ആടുജീവിതം. ബെന്യാമിന്റെ പ്രശസ്ത നോവലായ ആടുജീവിതത്തെ ആസ്പദമാക്കി എടുത്ത ചിത്രം. സൗദി അറേബ്യയിലെ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടുപോയ നജീബിന്റെ ജീവിതമാണ് സിനിമ പറയുന്നത്. ഇതിനകം ആടുജീവിതം തിയേറ്ററുകളിൽ റെക്കോർഡ് വിജയം നേടി. സിനിമയുടെ OTT റിലീസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിലും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ OTT അവകാശം സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ട്. ഇപ്പോഴും തിയേറ്ററുകളിൽ സിനിമ വിജയകരമായി പ്രദർശനം തുടരുന്നു. മെയ് 10 ശേഷമായിരിക്കും OTTയിൽ എത്തുക. ചിലപ്പോൾ മെയ് പകുതി കഴിഞ്ഞായിരിക്കും പ്രദർശനമെന്നും റിപ്പോർട്ടുണ്ട്. രോമാഞ്ചം സംവിധായകൻ ജിത്തു മാധവന്റെ പുതിയ ചിത്രമാണ് ആവേശം. ഫഹദ് ഫാസിൽ നിറഞ്ഞാടിയ മലയാള ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ്. ആമസോൺ പ്രൈം വീഡിയോയാണ് OTT അവകാശം സ്വന്തമാക്കിയതെന്നാണ് സൂചന. എന്നാൽ ചിത്രത്തിന്റെ റിലീസ് എപ്പോഴാണെന്ന് ഇതുവരെയും നിശ്ചയിച്ചിട്ടില്ല. മെയ് മാസം അവസാനം വരെ സിനിമയ്ക്കായി എന്തായാലും കാത്തിരിക്കണം. ജയ് ഗണേഷ്. വർഷങ്ങൾക്ക് ശേഷം സിനിമകളും തിയേറ്ററിൽ പ്രദർശനം തുടരുന്നു. മെയ് മാസത്തിൽ ഈ സിനിമകൾ OTTയിലെത്താനും സാധ്യതയുണ്ട്.